ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് 12ാമത്തെ പാഠമാണ്. മഹത്വത്തിൻ്റെ മണിക്കൂർ, കുരിശും ഉയർത്തെഴുന്നേൽപ്പും. വേദഭാഗം യോഹന്നാൻ 18, 19, 20 അധ്യായങ്ങളിൽ നിന്ന് ആണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. അതുപോലെ തന്നെ മനപ്പാഠവാക്യം യോഹന്നാൻ 18:37. അത് നമുക്ക് എന്നോടൊപ്പം ഇന്നുള്ളത് മിസ്സസ് സിന്ധു അൻപഴകനാണ്. നോർത്ത് കേരള സെക്ഷനിൽ എന്നോടൊപ്പം ജോലി ചെയ്യുന്ന സഹപ്രവർത്തകയാണ്. മിസ്സസ് സിന്ധു അൻപഴകനും ഈ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ഈ പാഠം പഠിക്കുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്നവരുടെ സ്വർഗീയ നല്ല ദൈവമേ, വീണ്ടും ഒരിക്കൽ കൂടി അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് അടികളോട് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പാഠപഠനത്തെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾക്കായി ജീവനത്തുന്ന അരുമരക്ഷേൻ്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാണ്. സ്വർഗീയ നല്ല ദൈവമേ, ആമേൻ. മഹത്വത്തിൻ്റെ മണിക്കൂർ, കുരിശും ഉയർത്തെഴുന്നേൽപ്പും. നമുക്കറിയാം, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കൂടുതലായിട്ടും കർത്താവിൻ്റെ ക്രൂശ് മരണവും അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പും സംബന്ധിച്ചതായ കാര്യങ്ങളൊക്കെയാണ് യോഹന്നാൻ കൂടുതലായിട്ട് എഴുതിയിരിക്കുന്നത്. അതായത് ആദ്യത്തെ 10 അധ്യായങ്ങൾ എന്ന് പറയുന്നത് 3.5 വർഷക്കാലത്തെ യേശുവിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതിനുശേഷം 1-2 ആഴ്ചയിൽ നടന്നതായ സംഭവങ്ങളുമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് യേശുവിൻ്റെ മരണത്തെ 4 സുവിശേഷങ്ങളിലും വ്യത്യസ്തമായ രീതികളിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും അവ തമ്മിൽ വളരെ യോജിപ്പുള്ളതായിട്ട് നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സുവിശേഷകനും തൻ്റെ സുവിശേഷത്തിൻ്റെ വിഷയങ്ങൾ വസ്തുതകൾക്കൊത്തവണ്ണമാണ് പ്രതിധ്വനിക്കുന്നത്. പ്രധാന കാര്യങ്ങളെ അവർ ഊന്നി പറയുന്നുമുണ്ട്. മത്തായി തിരുവെഴുത്തുകളുടെ നിറവേറലിനെ എടുത്തു പറയുന്നു. അതേസമയം മർക്കോസ് യേശുവിൻ്റെ സ്നാനവും കുരിശും തമ്മിലുള്ള സമാനതയെ ഉയർത്തിക്കാട്ടുന്നു. അതുപോലെ ലൂക്കോസ് സൗഖ്യവും രക്ഷയും എന്ന വിധം ക്രൂശിന്മേൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. യോഹന്നാൻ പക്ഷേ യേശുവിൻ്റെ സിംഹാസനാരോഹണം എന്ന വിധം കുരിശിനെ, പ്രത്യേകിച്ച് ആ നാഴിക അഥവാ മണിക്കൂറിനെ എന്ന ആശയവുമായി ബന്ധിപ്പിച്ച് അവതരിപ്പിക്കുന്നു. നാം മുൻപൊക്കെ പഠിച്ചിട്ടുണ്ട്, സിംഹാസനാരോഹണം എന്ന ഈ ആശയം വിപരീതാർത്ഥമുള്ള ഒരു ചിത്രമാണ്. കാരണം തികച്ചു അവജ്ഞയോടുകൂടിയ ലജ്ജാകരമായ ഒരു മരണം ആയാണ് റോമാക്കാർ ക്രൂശ് മരണത്തെ കണ്ടിരുന്നത്. ഈ വൈപരീത്യം യോഹന്നാൻ അവതരിപ്പിക്കുന്ന ആഴത്തിലുള്ള വ്യത്യസ്ത ചിത്രത്തെയാണ് കാട്ടിത്തരുന്നത്. അതായത് യേശു ലജ്ജയിൽ മരിക്കുന്നു, എന്നാൽ അത് അതേസമയം ലോകരക്ഷകനായ യേശുവിൻ്റെ സിംഹാസന ആരോഹണത്തിൻ്റെ മഹത്വമാണ് വിവരിക്കുന്നത്. നമുക്ക് ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് കടക്കാം. എന്താണ് സത്യം? ഈ ഭാഗം പ്രധാനമായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്ന യേശുവിനെ പീലാത്തോസിൻ്റെ മുമ്പാകെ കൊണ്ടുവരുന്നു. നമുക്ക് വായിക്കാം യോഹന്നാൻ 18:33 മുതൽ 38 വരെയുള്ളതായ വാക്യങ്ങൾ. പീലാത്തോസ് പിന്നെയും ആ സ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായി യേശു, ഇത് നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. പീലാത്തോസ് അതിന് ഉത്തരമായി, ഞാൻ യഹൂദനോ? നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു.
സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു ചെന്ന് അവരോട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യേശു യഹൂദന്മാരുടെ രാജാവ് ആകുന്നുവോ എന്നാണ് ഗവർണർ ചോദിച്ചത്. ഈ പദവി സംബന്ധിച്ച ആദ്യ പരാമർശമാണിത്. എന്നാൽ അവസാനത്തേതല്ല. പീലാത്തോസ് ഇത് സ്വന്തം നിലയിലാണോ മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ടാണോ ചോദിക്കുന്നതെന്ന് യേശു പീലാത്തോസിനോട് ചോദിക്കുന്നു. ചോദ്യം പീലാത്തോസിന്റെ മേശയെ മറിച്ചിടുന്നു. ആരോടാണ് അവൻ ചോദിക്കുന്നതെന്ന് അറിയാമോ എന്നായിരുന്നു. ആ അന്വേഷണങ്ങൾ വായനക്കാരന് ഇതിനകം യേശു രാജാവാകുന്നു എന്ന് അറിയാം. ഗവർണർക്ക് പക്ഷെ അത് അറിയാമായിരുന്നോ? തൻ്റെ സ്വന്തം അന്വേഷണത്തിലൂടെയാണ് പീലാത്തോസ് പ്രതികരിച്ചത്. ഞാനൊരു യഹൂദനോ നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്ത് ചെയ്തു? യേശുവിൻ്റെ ചോദ്യത്തെ സൂക്ഷ്മമായി ഗ്രഹിച്ച് ഒരു ഒഴിഞ്ഞുമാറലായിരുന്നു അത്. തൻ്റെ ഗ്രാഹ്യശേഷിയെ തടയുവാൻ ദുരഭിമാനത്തെ അനുവദിച്ചുകൊണ്ട് ഗവർണർ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ആദ്യ ചുവടുവെപ്പായിരുന്നു അത്. അതായത് യേശു പീലാത്തോസിനോട് പറയുന്നു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ ഇവിടുന്ന് രക്ഷിപ്പാനായിട്ട് എൻ്റെ ചേവകര് എത്തുമായിരുന്നു എന്ന് യേശു പീലാത്തോസിനോട് പറയുന്നു. വീണ്ടും പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെ അല്ലയോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു എന്ന് പീലാത്തോസിനോട് പറയുന്നു. ഞാൻ രാജാവ് തന്നെ, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സത്യത്തിന് താല്പര്യമുള്ളവനെല്ലാം തൻ്റെ വാക്ക് കേൾക്കുമെന്നും യേശു വിശദീകരിക്കുന്നു. പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നു, എന്താണ് സത്യമെന്ന്. എങ്കിലും യേശുവിൽ നിന്ന് ഒരു മറുപടിക്കായി അവൻ കാത്തു നിൽക്കുന്നില്ല. അവൻ പുറത്തുപോയി യേശുവിനെ ജനക്കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ സത്യം ഒരു പ്രധാന പ്രതിപാദ്യ വിഷയം തന്നെയാണ്. നാം പത്താമത്തെ പാഠത്തിൽ പഠിക്കുകയുണ്ടായി യേശുവിനെ കുറിച്ച്, യേശു വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. അതുപോലെ തന്നെ യേശു വെളിച്ചവും ആണെന്ന് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. ഇതെല്ലാം തെറ്റിന് വിപരീതമാണ്. യേശു സത്യത്തിൻ്റെയും കൃപയുടെയും നിറവാണ്. കൃപയും സത്യവും യേശുവിലൂടെ വന്നു എന്ന് നാം യോഹന്നാൻ 1:17 വായിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ സത്യത്തിന് സാക്ഷ്യം വഹിച്ചു. അതുപോലെ തന്നെ തൻ്റെ പിതാവ് സത്യവാൻ എന്ന് യേശു തറപ്പിച്ചു പറയുന്നു. യേശു പിതാവിൽ നിന്ന് നേരിട്ട് സത്യം കേട്ടു. യേശു വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് 14:6 പറയുന്നു. ദൈവത്തിൻ്റെ വചനം സത്യമാകുന്നു എന്നും പ്രതിപാദിക്കുന്നു. അങ്ങനെ പീലാത്തോസ് എന്താകുന്നു സത്യമെന്ന് ചോദിച്ചെങ്കിലും അതിനുള്ള ഉത്തരത്തിനായിട്ട് അദ്ദേഹം കാത്തു നിൽക്കുന്നില്ല എന്ന് നാം വായിച്ചതായ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. യോഹന്നാൻ 18:38 മുതൽ 19:5 വരെയാണ് നമുക്ക് വായിക്കാനുള്ളത്. യേശുവിൻ്റെ മോചനത്തിനായി ജനത്തെ സ്വാധീനിക്കുവാൻ പീലാത്തോസ് എങ്ങനെയാണ് ശ്രമിച്ചതെന്ന് നാം ഇന്ന് പഠിക്കുന്നതായിരിക്കും. പീലാത്തോസ് അവനോട്, സത്യമെന്നാൽ എന്ത് എന്ന് പറഞ്ഞു. പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു ചെന്ന് അവരോട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നാൽ പെസഹയിൽ ഞാൻ നിങ്ങൾക്ക് ഒരുത്തനെ വിട്ടുതരിക പതിവുണ്ടല്ലോ. യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത് സമ്മതമോ എന്ന് ചോദിച്ചതിന് അവർ പിന്നെയും, ഇവനെ വേണ്ട, ബറബാസിനെ മതി എന്ന് വിളിച്ചു പറഞ്ഞു. ബറബാസോ കവർച്ചക്കാരൻ ആയിരുന്നു. അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടിപ്പിച്ചു. പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. അവന്റെ അടുക്കൽ ചെന്ന്, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞ് അവനെ കന്നത്തടിച്ചു.
പീലാത്തോസ് പിന്നെയും പുറത്തു വന്ന്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. വിചാരണയുടെ സമയത്ത് ഒരു കുറ്റവും യേശു ക്രിസ്തുവിൽ പീലാത്തോസിനെ കാണുവാൻ കഴിഞ്ഞില്ല. ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തിയായിട്ട് മാത്രമേ പീലാത്തോസിന് യേശുവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞുള്ളൂ. അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടുപ്പിച്ച് പടയാളികൾ മുള്ളുകൊണ്ടൊരു കിരീടവും മെടഞ്ഞ് അവനെ ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. എന്നിട്ട് യേശുവിനെ പരിഹസിച്ച് അവര് ആർത്തി വിളിക്കുന്നു, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന്. അവനെ അതുപോലെ തന്നെ കന്നത്തടിക്കുകയും ചെയ്തു. പീലാത്തോസ് പിന്നെയും പുറത്തു വന്ന, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തേക്ക് വരുന്നതായിട്ട് നാം കാണുന്നു. പീലാത്തോസിന് ശരിക്കും യേശു ഒരു നിഷ്കളങ്കനായിരുന്നു എന്നും അവനിൽ കള്ളത്തരം ഒന്നുമില്ല എന്നും പീലാത്തോസിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ജനങ്ങളുടെ ഈ ആരോപത്തിൽ ഇടപെട്ടുകൊണ്ട് പീലാത്തോസ് യേശുവിനെ വിട്ടയക്കാൻ വഴി തേടുന്നത് പോലെ തോന്നുന്നു. മുൾക്കിരീടവും രക്താംബരം ഉടുപ്പും ധരിച്ച നിലയിൽ അവൻ യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. ആ രംഗത്തെക്കുറിച്ച് യോഹന്നാൻ ഒന്നും എഴുതിയില്ല. രാജാവിന്റെ പരിഹാസ വേഷത്തിൽ തന്നോടൊപ്പം പ്രദർശിപ്പിച്ചുകൊണ്ട് ഗവർണർ ജനത്തോട് വിളിച്ചു പറയുന്നു, ആ മനുഷ്യൻ ഇതാ എന്ന്. യോഹന്നാൻ സ്നാപകന്റെ വാക്കുകളാണ് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29. ഇവിടെ അന്യജാതിക്കാരനായ ഗവർണർ മശിഹായെ ഇങ്ങനെ ഒരു രാജകീയ വേഷത്തിൽ ഇസ്രായേലിന് മുമ്പാകെ അവതരിപ്പിക്കുന്നത് ആശ്ചര്യം തന്നെ അല്ലേ? പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമുക്ക് യോഹന്നാൻ 19:6 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങളൊന്ന് വായിക്കാം. മഹാപുരോഹിതന്മാരും ചേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ, ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയത് കൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു. പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന്, നീ എവിടെ നിന്നാകുന്നു എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകുകയില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചു വന്നു അധികം പാപമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു. യഹൂദന്മാരോ, നീ അവനെ വിട്ടയച്ചാൽ കൈസറുടെ സ്നേഹിതനല്ല, തന്നെത്താൻ രാജാവാകുന്നവൻ എല്ലാം കൈസരോട് മത്സരിക്കുന്നുവല്ലോ എന്ന് ആർത്തു പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്ന് കൽത്തളം എന്നും എബ്രായ ഭാഷയിൽ ഗബ്ബത എന്ന പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു. അപ്പോൾ പെസഹയുടെ ഒരുക്കനാൾ ഏകദേശം 6 മണി നേരമായിരുന്നു. അവൻ യഹൂദന്മാരോട്, ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. അവരോ, കൊന്നുകളക, അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ചു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു. അതിന് മഹാപുരോഹിതന്മാർ, ഞങ്ങൾക്ക് കൈസരല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവൻ അവനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ യോഹന്നാൻ 19:6 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, പീലാത്തോസിന് യേശുവിനെ ക്രൂശിക്കുവാൻ യാതൊരു
താല്പര്യവുമില്ലായിരുന്നു. അവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് വീണ്ടും വീണ്ടും ഈ യഹൂദന്മാരോട് അല്ലെ ഈ ജനത്തോട് പറയുകയുണ്ടായി. അപ്പോഴും ജനം പീലാത്തോസിനോട് ആവശ്യപ്പെടുന്ന അവനെ ക്രൂശിക്ക എന്നായിരുന്നു. ഇത് കേട്ടിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു എന്ന് നമ്മളിവിടെ വായിക്കുന്നു. വീണ്ടും പീലാത്തോസ് യേശുവിനോട് ചോദിക്കുകയാണ്, നീ എവിടെ നിന്നാകുന്നു എന്ന്. അതിന് യേശു അവനോട് മറുപടി ഒന്നും പറഞ്ഞില്ല. പീലാത്തോസ് യേശുവിനോട് പറയുന്നു, എനിക്ക് നിന്നെ ക്രൂശിപ്പാനും നിന്നെ വിട്ടയപ്പാനും ഉള്ള അധികാരമുണ്ട് എന്ന് നീ അറിയുന്നില്ലയോ എന്ന് യേശുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ യേശു പറയുന്നു, നിനക്ക് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല. അതുപോലെ തന്നെ യേശു അവനോട് പറയുന്നത്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് യാതൊരു അധികാരവുമില്ല എന്ന്. എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്നും യേശു ഉത്തരം പറയുന്നു. പീലാത്തോസ് വീണ്ടും യേശുവിനെ വിട്ടയപ്പാൻ ശ്രമിക്കുന്നു. യഹൂദന്മാരോ, നീ ഇവനെ വിട്ടയച്ചാൽ കൈസറുടെ സ്നേഹിതനല്ല, തന്നെത്താൻ രാജാവാക്കുന്നവനെല്ലാം കൈസരോട് മത്സരിക്കുന്നവനല്ലോ എന്ന് ആർത്തു പറഞ്ഞു. അന്ന് പെസഹായുടെ ഒരുക്കനാൾ ഏകദേശം 6 മണി നേരമായിരുന്നു. അവർ യഹൂദന്മാരോട്, ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. അവരോ ഉറക്കെ പറഞ്ഞു, കൊന്നുകളക, അവനെ ക്രൂശിക്ക എന്ന് യഹൂദന്മാർ നിലവിളിച്ചു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് വീണ്ടും അവരോട് ചോദിക്കുന്നു. അപ്പോൾ യഹൂദന്മാർ പറയുകയാണ്, കൈസരല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു രാജാവും ഇല്ല എന്ന്. അപ്പോൾ അവനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നമുക്ക് ചൊവ്വാഴ്ചയിലെ പാഠത്തിലേക്ക് പോകാം. സകലവും നിവൃത്തിയായി എന്ന്. നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നിങ്ങനെ ലത്തീൻ, യവന, എബ്രായ ഭാഷകളിൽ പീലാത്തോസ് ഒരു മേലെഴുത്ത് തയ്യാറാക്കി. മതപ്രമാണികൾ അതിൽ മാറ്റം ആവശ്യപ്പെട്ടു. പീലാത്തോസ് പക്ഷെ മാറ്റത്തിന് ഒരുങ്ങിയില്ല. അങ്ങനെ മേലെഴുത്ത് അതേ പ്രകാരം ശേഷിച്ചു. യേശുവിനെ സംബന്ധിച്ച് ഒരു മൂകസാക്ഷിയും യേശു ക്രൂശിൽ രാജാവിൻ്റെ സിംഹാസനത്തിൽ ആരോഹിതനായി എന്നതിന് അടയാളവും ആയി തീർന്നു അത്. യേശു ഇവിടെ ശരിക്കും അവരുടെ രാജാവ്, യഹൂദന്മാരുടെ രാജാവ് ഇപ്പോൾ ഒരു കുറ്റവാളിയെ പോലെ കുരിശിൽ തൂങ്ങുന്നു. പീലാത്തോസിനേക്കാളും യഹൂദൻ നേതാക്കളും ഉന്നതമായ ഒരു ശക്തിയാണ് യേശുവിൻ്റെ തലയ്ക്ക് മീതെ ആ മേലെഴുത്ത് പതിപ്പിക്കുന്നതിന് നയിച്ചത്, നിയന്ത്രിച്ചത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം ചിന്തയെ ഉണർത്തുവാനും തിരുവെഴുത്തുകളെ പരിശോധിക്കുവാനും വേണ്ടിയായിരുന്നു അത്. എന്താണ് ഈ കുരിശിൽ എഴുതി വെച്ചതായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നതായ ആ എഴുത്ത് ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം ചിന്തയെ ഉണർത്തുവാനും തിരുവെഴുത്തുകളെ പരിശോധിക്കുവാനും വേണ്ടിയാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. നമുക്ക് യോഹന്നാൻ 19:25 മുതൽ 27 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കാം. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട്, തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈ ഈസോപ്പ് തണ്ടിന്മേൽ ആക്കി അവന്റെ വായോട് അടുപ്പിച്ചു. ഇനിയും യേശുവിൻ്റെ ജീവൻ പോകുന്നതിന് മുൻപായിട്ട് നടന്നതായ കാര്യങ്ങളാണ് നാം ഇവിടെ വായിച്ചത്. ഇവിടെ ഗ്രീക്ക് പദമായ ടെലിയോ എന്ന് പറഞ്ഞാൽ തീർക്കുക അഥവാ പൂർത്തിയാക്കുക അഥവാ നടപ്പിലാക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ സകലതും തികഞ്ഞു അല്ലെങ്കിൽ നിവൃത്തി ആയി എന്ന് യേശു പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതെല്ലാം മുൻപേ നിർണയിക്കപ്പെട്ടതായ കാര്യങ്ങളാണ്. യേശു ഈ ഭൂമിയിൽ വരുമെന്നും യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്നും അതുപോലെ തന്നെ ആ ഉദ്ദേശത്തിൽ യേശു
വിജയം കണ്ടെത്തിയതായിട്ടാണ് നാം ഇപ്പോൾ വായിച്ച് പഠിച്ചത്. അപ്പൊ യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം ലക്ഷ്യം അത് ക്രൂശ് മരണത്തോടുകൂടി പൂർത്തിയായി. ഇനിയും യേശു നമുക്ക് എന്തിനു വേണ്ടി ഇവിടെ വന്നോ അത് യേശുവിൻ്റെ ഉയർപ്പിലൂടെ നമുക്ക് ഏവർക്കും നേടിയെടുക്കാവുന്ന ഒന്നാകുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്, യേശു സകലവും നിവൃത്തിയായി എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അത് എന്ത് അർത്ഥമാക്കുന്നു? എന്താണ് നിവൃത്തിയായത്? നമ്മുടെ ജീവിതങ്ങൾക്ക് അതെങ്ങനെ ബാധകമാകുന്നു? ഇവിടെ നാം ഈ സുവിശേഷം വായിക്കുമ്പോഴൊക്കെയും നാം മനസ്സിലാക്കിയതായ ഒരു പ്രത്യേക കാര്യമുണ്ട്. തന്നിൽ വിശ്വസിക്കുന്ന, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്ന് നാം പഠിച്ചു കഴിഞ്ഞ കാര്യം തന്നെയാണ്. അങ്ങനെ യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയും ഉയർപ്പിലൂടെയാണ് നമുക്ക് രക്ഷയുണ്ട്. നിത്യമരണത്തിൽ നിന്ന് ഒരു നിത്യജീവിതത്തിലേക്ക് ഉയർത്തപ്പെടുന്നതായ ഒരു അവസരം നമുക്ക് മുൻപിലുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. നമുക്ക് ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ശൂന്യമായ കല്ലറ. ഇവിടെ നമ്മൾ യോഹന്നാൻ 20:1 മുതൽ 7 വരെ വായിക്കുക. ഈ വാക്യങ്ങളിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പ്രാധാന്യം ആയിരിക്കുന്നു എന്നും നോക്കാം. ഇവിടെ നാം മുൻപ് തന്നെ പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് യേശുവിൻ്റെ മരണം സംഭവിക്കുന്നത്. എന്നാൽ ശബദിൻ്റെ ആരംഭ മണിക്കൂറുകളിലൊന്നുമല്ല എന്ന് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കുക. അങ്ങനെ ഞായറാഴ്ച അതിരാവിലെ ഉയർക്കുകയും ചെയ്തു. ശബദ് സമീപിച്ചിരുന്നത് കൊണ്ട് അടക്ക നടപടികൾ തിടുക്കത്തിൽ ചെയ്തു എങ്കിലും പൂർത്തീകരിക്കപ്പെട്ടിരുന്നില്ല എന്ന് നാം വായിക്കുന്നു. യേശുവിനെ അവർ എത്രമാത്രം സ്നേഹിച്ചിരുന്നെങ്കിലും തൻ്റെ അനുയായികൾ കല്ലറയ്ക്കൽ പോകാതെ ശബദ് ആചരിച്ചു. ശബദിന് ശേഷം ഏതാനും സ്ത്രീകൾ ഞായറാഴ്ച പ്രഭാതത്തിൽ കല്ലറയ്ക്കൽ കൊണ്ടുവരുന്നതിനായി സുഗന്ധ വർഗങ്ങൾ വാങ്ങി. കല്ല് ഉരുട്ടി മാറ്റിയ കല്ലറ ശൂന്യമായി കണ്ടത് അവരെ ഞെട്ടിച്ചു കളഞ്ഞു. അവർ അതിദുഃഖത്തിലായി. അങ്ങനെ അവർ വേഗത്തിൽ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്തേക്ക് അവരോടുകയാണ്. അവിടെ ചെന്ന് ശിഷ്യന്മാരോട് പറയുന്നു. നമുക്കത് വേദപുസ്തകത്തിൽ നിന്ന് വായിക്കാം. യോഹന്നാൻ 20:1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്ന്, കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ച് ഓടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കലെത്തി. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ട് അകത്ത് കടന്നില്ല താനും. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസ് വന്ന് കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറക്കിലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അപ്പോൾ ഈ 2 ശിഷ്യന്മാരും മറിയയും അതിവേഗം ഓടി ഈ കല്ലറയുടെ അടുക്കലെത്തുകയും ശിഷ്യന്മാർ ഇരുവരും കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ അവരും മറിയ പറഞ്ഞതായ കാര്യങ്ങളൊക്കെയും സത്യമാണെന്ന് അവർക്ക് ബോധ്യമായി. അവർ നോക്കിയപ്പോൾ അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടി കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരുന്നതും കണ്ടു. അങ്ങനെ
അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ലായിരുന്നു. അവര് നിരാശരായിട്ട്, ശിഷ്യന്മാർ ഇരുവരും നിരാശരായിട്ട് മടങ്ങിപ്പോവുകയും മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. നമുക്ക് തുടർന്നുള്ളതായ ഭാഗങ്ങൾ നോക്കാം. ഇവിടെ ചില കാര്യങ്ങൾ കൂടെ വിശദീകരിക്കുന്നുണ്ട്. കല്ലറ ശൂന്യമായി കണ്ടപ്പോൾ ചില സംശയങ്ങൾ അവിടെ ഉടലെടുക്കാവുന്നതാണ്. ഏറ്റവും സാധ്യമായ ഉത്തരം കല്ലറ മോഷ്ടാക്കൾ എന്നാണ്. 3 കാരണങ്ങൾ കൊണ്ട് ഈ ഉത്തരം വിശദീകരിക്കണം. ഇവിടെ യേശുവിൻ്റെ ശരീരം കല്ലറയ്ക്കുള്ളിൽ വെച്ചിട്ട് യഹൂദന്മാരുടെ ആവശ്യപ്രകാരം ഈ കാവൽക്കാരെ അവിടെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്ലറയ്ക്ക് കാവലുണ്ടായിരുന്നെന്നും മത്തായി പറയുന്നുണ്ട്. അത് കല്ലറ മോഷണത്തെ അസാധ്യമാക്കുന്നുണ്ട്. കല്ലറ മോഷ്ടാക്കൾ സാധാരണ വിലപിടിപ്പുള്ള വസ്തുക്കളെയാണ് മോഷ്ടിക്കുക, അഴുകിയ ശരീരത്തെയല്ല. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഇവിടെ പറയുന്ന കല്ലറ മോഷ്ടാക്കൾ പൊതുവെ തിടുക്കത്തിൽ ആയിരിക്കും. വസ്ത്രങ്ങൾ മടക്കി വെക്കുകയില്ല. യോഹന്നാൻ മുഖാവരണം മടക്കി വെച്ചിരിക്കുന്നത് കണ്ടു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്ന് വിശ്വസിച്ചതിൽ അപ്പോൾ അതിശയിക്കാനൊന്നും ഇല്ല. അപ്പം കല്ലറയിൽ യേശുവിനെ കാണാഞ്ഞതിന് ഉള്ളതായ ചില യേശുക്രിസ്തു ഉയർത്തതാണ് എന്ന് വിശ്വസിക്കാനുള്ളതായ ചില കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഞായറാഴ്ച അതികാലത്ത് വന്നപ്പോൾ യേശുവിനെ കല്ലറയ്ക്കൽ കണ്ടില്ല, കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. പിന്നെ യേശുവിനെ അവിടെ കാണാതിരിക്കാനുള്ളതായ ചില സാധ്യതകൾ എന്ന് പറഞ്ഞാൽ മോഷ്ടാക്കൾ ആ കാലത്ത് ഉണ്ടായിരുന്നിരിക്കാം. അവര് വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുക്കുവാനായിരിക്കും വരുന്നത്. എന്നാൽ ഇവിടെ മോഷ്ടാക്കളല്ല യേശുവിൻ്റെ ശരീരം അവിടെ നിന്ന് കൊണ്ടുപോയത് എന്ന് വ്യക്തമാക്കുന്നതിനുള്ളതായ ഒരു തെളിവാണ് അവൻ്റെ റൂമാൽ മടക്കി വെച്ചിരിക്കുന്നത് കണ്ടത്. അങ്ങനെ യോഹന്നാന് വളരെ വിശ്വാസമായി യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് തന്നെയാണെന്ന്. ഈ പുസ്തകമൊക്കെയും എഴുതിയത് യേശുവിൻ്റെ ഉയർപ്പും സ്വർഗാരോഹണത്തിനും ശേഷമായിരിക്കുന്നതുകൊണ്ട് യേശുവിനെ ഉയർപ്പിന് ശേഷം കണ്ട ശിഷ്യനും കൂടിയാണ് ഇത് എഴുതുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും വിശ്വാസീയമായി തന്നെ മാറുന്നു. നമുക്ക് വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് കടക്കാം. യേശുവും മറിയയും. വേദഭാഗം യോഹന്നാൻ 20:11 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങളാണ്. നമുക്ക് വായിക്കാം. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ള വസ്ത്രം ധരിച്ച് 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു. യേശു നിൽക്കുന്നത് കണ്ട് യേശു എന്നും അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നതെന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. നാം ബുധനാഴ്ചത്തെ ഭാഗം പഠിച്ചതുപോലെ ശൂന്യമായ കല്ലറ മഗ്ദലക്കാരത്തി മറിയയും കണ്ടു. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ പത്രോസും യോഹന്നാനും, പ്രിയ ശിഷ്യന്മാരായ പത്രോസും യോഹന്നാനും ശൂന്യമായ കല്ലറ കണ്ടു. അവർ നിരാശയോടുകൂടി ശിഷ്യന്മാർ ഇരുവരും മടങ്ങിപ്പോകുന്നു. പിന്നെ മഗ്ദലക്കാരത്തി മറിയ അവിടെ നിൽക്കുമ്പോൾ അവൾ അതീവ ദുഃഖിതയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അവൾ കരഞ്ഞുകൊണ്ട് ആ കല്ലറയ്ക്കുള്ളിലേക്ക് വീണ്ടും അവൾ കുനിഞ്ഞു നോക്കിയപ്പോൾ അവൾ അവിടെ ഒരു കാഴ്ച കണ്ടു. അതായത് അവിടെ 2 ദൂതന്മാർ, വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരാൾ തലയ്ക്കലും ഒരാൾ കാൽക്കലുമായിട്ട് ഇരിക്കുന്നത് കണ്ടു. അവളോട് ഈ ദൂതന്മാർ ചോദിക്കുന്നു, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി
അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് അവള് യേശു നിൽക്കുന്നത് കണ്ടു. പക്ഷെ യേശു ആണെന്ന് അവൾക്ക് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. യേശു അവളോട് ചോദിക്കുന്നു, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൾ ഒരു തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട്, യജമാനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് എന്നോട് പറഞ്ഞു തരിക എന്ന് പറയുന്നു. അപ്പോൾ മറിയയ്ക്ക് വളരെ സന്തോഷം ഉണ്ടാകുന്നതായ ഒരു സംഭവമാണ് അടുത്തതായി ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. യേശു അവളോട് മറിയയെ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ആയവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായ കാര്യം, ആദ്യമേ അതിവെളുപ്പിന് മഗ്ദലക്കാരത്തി മറിയ ഓടിയെത്തുന്നു യേശുവിന് വേണ്ടതായ ശുശ്രൂഷ ചെയ്യാൻ. യേശുവിനെ കല്ലറയിൽ കാണുന്നില്ല. തിരിച്ച് ശിഷ്യന്മാരുടെ അടുക്കൽ, പത്രോസിൻ്റെ യോഹന്നാൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നു, ഗുരുവിനെ അവിടെ കാണുന്നില്ല, അവൻ്റെ ശരീരം ആരോ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ രണ്ട് ശിഷ്യന്മാർ ഓടി വരുന്നു. അവരും അതേ കാഴ്ച കാണുന്നു. കല്ലറ ശൂന്യമായി കാണുന്നു. ദുഃഖിതരായി അവര് മടങ്ങിപ്പോകുന്നു. സാധ്യതകളെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ മറിയ വീണ്ടും അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കണ്ടതായ കാഴ്ചയാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അതുപോലെ തന്നെ മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ് യേശു ആദ്യമായിട്ട് പ്രത്യക്ഷനാകുന്നത്, തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നതെന്ന് നമുക്ക് ഈ വേദഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. മറിയ അതിവെളുപ്പിനെ വന്നപ്പോൾ യേശുവിനെ കണ്ടില്ല. എന്നാൽ കല്ലറയിൽ യേശു ഇല്ല എന്നുള്ളത് സാക്ഷ്യം. ഈ മൂവരും അതിന് സാക്ഷികളാണ്. അതിന് ശേഷമാണ് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് യേശു തന്നെ മനസ്സിലാക്കി കൊടുക്കുന്നത്, അവളുടെ മുൻപിൽ പ്രത്യക്ഷനാകുന്നത്. എന്നിട്ട് യേശു അവരോട് പറയുന്നു, ഞാൻ ഇതുവരെയും പിതാവിൻ്റെ അടുക്കൽ കയറിയിട്ടില്ല, അതുകൊണ്ട് നീ എന്നെ തൊടരുത്, നീ എന്നെ തൊടരുത്. ഞാൻ എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മഗ്ദലക്കാരത്തി മറിയ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് ഞാൻ കർത്താവിനെ കണ്ടു എന്ന് സാക്ഷ്യം പറയുന്നു. ഇവിടെ നാം കരഞ്ഞ് നിൽക്കുന്നതായ മറിയയുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടായതായ ഒരു സന്തോഷം, അല്ലെങ്കിൽ അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞതായ ഒരു സന്തോഷം, തോട്ടക്കാരനെന്ന് നിരൂപിച്ച വ്യക്തി അത് യേശു ആയിരുന്നു എന്ന് തിരിച്ചറിയുന്നു. അപരിചിതനിൽ നിന്ന് കേട്ടതായ ഒരേ ഒരു വാക്ക് മറിയയെ എന്ന ആ ഒറ്റ ഒരു വിളിയിൽ അവൾക്ക് തൻ്റെ യേശുവിനെ തിരിച്ചറിയുവാൻ സാധിച്ചു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റതായ യേശുവിനോടാണ് താൻ സംസാരിച്ചതെന്നും അവൾക്ക് മനസ്സിലായി. യേശു അങ്ങനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന വാർത്ത പറയുവാനായിട്ട് മറിയയോട് നിർദ്ദേശിക്കുന്നു. നമുക്ക് 1 കൊരിന്ത്യർ 15:12 മുതൽ 20 വരെ ഉള്ളതായ വാക്യങ്ങൾ വായിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല.
ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാപങ്ങൾ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:12 മുതൽ 20 വരെ വായിക്കുമ്പോൾ നാം കാണുന്നതായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ അല്ലെങ്കിൽ നാം ഓരോരുത്തരും ഈ കാലഘട്ടം വരെയും യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിനെ കുറിച്ചൊക്കെയും പ്രസംഗിച്ച് നടക്കുന്നവരാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിൽ ഉറപ്പ് നമുക്ക് ലഭിക്കുക എന്നത്, യേശു ക്രിസ്തു 1ാം വരവിൽ പാപികളെ രക്ഷിപ്പാനായിട്ട് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചു. ആഴ്ചവട്ടത്തിൻ്റെ 1ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നതിനും വ്യക്തമായ തെളിവുകളും വ്യക്തമായ സാക്ഷികളും ഉണ്ട് എന്ന് നാം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നും മറ്റ് സുവിശേഷങ്ങളിൽ നിന്നൊക്കെയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ യേശു ക്രിസ്തു നമുക്കായിട്ട് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നില്ല എങ്കിൽ നാം ഈ പ്രസംഗിക്കുന്ന കാര്യമൊക്കെ വ്യർത്ഥമാണ്, കളവാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ യോഹന്നാൻ ഇവിടെ പറയുകയാണ്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെയെന്ന്. മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്, കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്ത് എന്ന് നാം പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ഏവർക്കും യേശു വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ ആ നിത്യജീവൻ പ്രാപിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് നാം ഓരോരുത്തരും വിശ്വസിക്കണം. അതാണ് യോഹന്നാൻ 3:16 പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പം അവനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അതുപോലെ തന്നെ അവൻ്റെ കല്ലറ ശൂന്യമായി കണ്ടതായ ആ സാക്ഷ്യം അത് സത്യമെന്ന് വിശ്വസിക്കണം. അതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടവര് അതാരൊക്കെയാണ്? മഗ്ദലക്കാരത്തി മറിയ കണ്ടു, ശിഷ്യന്മാർ കണ്ടു. ഏറ്റവും ആദ്യം മഗ്ദലക്കാരത്തി മറിയ കാണുന്നു. അതിനുശേഷം അല്ലെങ്കിൽ ആഴ്ചവട്ടത്തിൻ്റെ 1ാം നാൾ വൈകുന്നേരമായപ്പോഴേക്കും ശിഷ്യന്മാർക്ക് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നു. യേശുവിനെ കണ്ടതായ വാർത്ത ആ സമയം തോമസ് ഇല്ലായിരുന്നു, അവരോടൊപ്പം തോമസ് ഇല്ലായിരുന്നു. തോമസിനോട് പറയുമ്പോൾ, ഞാൻ അവൻ്റെ ആണിപ്പാടേറ്റ കരത്തിൽ എൻ്റെ കൈ തൊട്ട് ഇട്ട് നോക്കിയിട്ട് മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളെന്ന് പറഞ്ഞതായ ആ തോമസിന് യേശു ക്രിസ്തു വീണ്ടും ഈ ആഴ്ചവട്ടത്തിൻ്റെ 1ാം നാൾ കഴിഞ്ഞതിന് ശേഷം 8ാം നാളാണ് തോമസിന് യേശുവിനെ കാണുവാൻ സാധിച്ചത്. തോമസിനെ യേശു വിളിച്ച് എൻ്റെ ഈ 2 കരങ്ങളിലും കാണുന്നതായ ആണിപ്പാടിലേക്ക് കൈയിടിപ്പിക്കുന്നു, വിലാപ്പുറത്തുള്ളതായ ആ പാടിലും അവന് കൈയിട്ടു. ഇതെല്ലാം നമുക്ക് സാക്ഷ്യമാണ്, നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ടതിനാണ് ഈ സാക്ഷ്യങ്ങളൊക്കെയും യോഹന്നാനും മറ്റ് ശിഷ്യന്മാരും തങ്ങളുടേതായ ലേഖനത്തിൽ ഒക്കെയും എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നാം യേശുക്രിസ്തു മറ്റൊരു കാര്യം തോമസിനോട് പറയുന്നു, നീ എല്ലാം കണ്ടിട്ട് വിശ്വസിക്കുന്നു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. അപ്പോൾ നാം ഇന്ന് ഈ വചനത്തിലൂടെ വായിച്ചു കേൾക്കുന്ന ഓരോ കാര്യങ്ങളും നാം ഓരോരുത്തരും
യേശു ക്രിസ്തു അന്ന് ജീവിച്ചിരുന്നവരല്ല, നാം കാണാതെ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അപ്പോൾ നാം ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. യേശുവിലും അവൻ്റെ ക്രൂശ് മരണത്തിലും ഉയർപ്പിലും വിശ്വസിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിപ്പാൻ തക്കണം ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇത് വെള്ളിയാഴ്ചത്തെ ഭാഗത്തിൽ മിസ്സിസ് സഹോദരി വൈറ്റിൻ്റെ റൈറ്റിങ്സിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. യേശുവിനെ വിട്ടയക്കുവാൻ പീലാത്തോസ് ആഗ്രഹിച്ചു. എന്നാൽ അങ്ങനെ ചെയ്തുകൊണ്ട് തൻ്റെ സ്ഥാനവും ബഹുമതിയും നിലനിർത്താൻ കഴിയില്ലെന്ന് അവന് അറിയാമായിരുന്നു. തൻ്റെ ലൗകിക അധികാരം നഷ്ടമാക്കുന്നതിനേക്കാൾ ഒരു നിർദോഷ ജീവനെ ബലി കഴിക്കാൻ അവൻ തിരഞ്ഞെടുത്തു. എത്ര പേർ നഷ്ടമോ കഷ്ടമോ ഒഴിവാക്കുവാൻ അതേ പ്രകാരം തത്വങ്ങളെ അല്ലെങ്കിൽ പ്രമാണങ്ങളെ ബലി കഴിക്കുന്നു. മനസാക്ഷിയും കർത്തവ്യവും ഒരു വഴികാട്ടിയായി തീരും. സ്വാർത്ഥ താല്പര്യം ആകട്ടെ വേറൊന്നാകും കാണിക്കുക. ഒഴുക്ക് തെറ്റായ ദിശയിലേക്ക് നീങ്ങുന്നു. തിന്മയോട് ചേർന്ന് പോകുന്നവൻ കുറ്റബോധത്തിൻ്റെ കൂരിരുട്ടിൽ ഒഴുകി പോകും. ക്രിസ്തു താൻ നിർവഹിക്കുവാൻ വന്ന പ്രവൃത്തി തികയ്ക്കുന്നത് വരെ കീഴടങ്ങിയില്ല. തൻ്റെ അന്ത്യശ്വാസത്തിലും അവിടുന്ന് പ്രഖ്യാപിച്ചു, സകലവും നിവൃത്തിയായി. യോഹന്നാൻ 19:30. പോരാട്ടം വിജയിച്ചു. തൻ്റെ വലതുകരവും വിശുദ്ധ ഭുജവും കൊണ്ട് അവിടുന്ന് വിജയം നേടി. ഒരു ജയാളിയായി അവിടുന്ന് തൻ്റെ കൊടിയെ നിത്യ ഉയരങ്ങളിൽ സ്ഥാപിച്ചു. മാലാഖമാരുടെ ഇടയിൽ ആനന്ദം ഉണ്ടായില്ലേ? രക്ഷകന്റെ നേട്ടത്തിൽ സ്വർഗം മുഴുവൻ വിജയിച്ചു. സാത്താൻ പരാജയപ്പെട്ടു. അവൻ്റെ രാജ്യം നഷ്ടമായെന്ന് അവന് ബോധ്യമായി. സകലവും നിവൃത്തിയായി എന്ന പ്രഖ്യാപനം ദൂതന്മാർക്കും വീഴ്ച ഭവിക്കാത്ത ലോകങ്ങൾക്കും ആഴത്തിൽ അർത്ഥവത്താണ്. അത് നമുക്കെന്ന പോലെ അവർക്കും വീണ്ടെടുപ്പിൻ്റെ മഹാപ്രവൃത്തി വിജയകരമായി പൂർത്തീകരിക്കപ്പെടുക എന്നതും അവരും നമ്മോടൊപ്പം ക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെ ഫലം പങ്കിടുകയാണ് ചെയ്യുന്നത്. ഈ പാഠം പഠിച്ച് കർത്താവിൻ്റെ വരവിനായിട്ട് എല്ലാവരും ഒരുങ്ങുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, ഈ പാഠപഠനത്തിൽ ഞങ്ങളോടൊപ്പം അവിടുത്തെ സാന്നിധ്യമുണ്ടായിരുന്നതിനെ സ്തോത്രം. ഈ പാഠം വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അവരെ സഹായിക്കുമാറാണമേ. തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നതായ നിത്യ രാജ്യത്തിൽ എത്തുവാനും നിത്യമായി ജീവിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനോടൊപ്പം ഉള്ളതായ ആ ജീവിതത്തിനായി ഞങ്ങളെ തന്നെ ഒരുക്കുവാനും ഈ ലോകത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളാലും കൃപകളാലും ഞങ്ങളെ നിറച്ചാട്ടെ. മാനവും മഹത്വം യഹോവയുടെ സകലതും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാണ് സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.